എറണാകുളം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. ഇന്നസെന്റ് ഏട്ടൻ മോഹൻലാൽ. വില്ലൻ റാവുത്തർ ദജ്ജാല് പോലത്തെ ഒരാൾ വേണം. ദജ്ജാൽ എന്നാണ് ശ്രദ്ധിക്കുന്നത്. ദജ്ജാല് പോലത്തെ ഒരാൾ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാണ്. ആളെ കൊണ്ടുവന്നു അവിടെ പിറ്റേ ദിവസം അവിടെ കൊണ്ടുവന്ന് നമ്മൾ സിദ്ദിഖ് കറക്റ്റ് ആളാണ്. സിദ്ദിഖ് ഞാൻ അഭിനയിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, ആള് കറക്റ്റാണ്. സിദ്ദിഖ് പറഞ്ഞ മാതിരി തന്നെ ഒരു ദജ്ജാലാണെന്ന് ഞാൻ പറയും. ബോബൻ കുഞ്ചാക്കോടെ ഒരു മകനുണ്ടല്ല, അങ്ങനെ പോയി നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വൈകിട്ട് രണ്ടുപേരും കൂടി ഫാസിൽ സാറും വൈഫും കൂടിയും പോയി ചാക്കോച്ചനെ കാണുന്നത്. സാറ് ഇങ്ങനെ പാട്ട് കിട്ടാതായപ്പോൾ പുള്ളി എവിടെ നിന്നോ എനിക്ക് ചെറിയോടെ പറഞ്ഞ് കാത്തിരുന്ന് മുഷിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ടാണ്ട് പോയപ്പോൾ ബിച്ചു ഇരുന്ന് ആലോചിച്ചു. ബിച്ചു തിരുമലയിരുന്ന് ആലോചിച്ചു വേറൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ടാണ് ആയിരം കണ്ണുമായി കാത്തിരുന്നു. അങ്ങനെ ഉദാഹരണം ക്രോണിക് ബാച്ചിലറിൻ്റെ തന്നെ പറയാം. ഈ മണിച്ചിത്രത്താഴമൊക്കെ അതിൽ പെട്ടതാണ്. തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഏപ്രിൽ 10-ാം തീയതി നമ്മുടെ സിനിമ വിഷുവിന് റിലീസ് ചെയ്യണം. മാർച്ച് 29 വരെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര സമയമുണ്ട്? അയ്യോ, അതേപോലെയാണ് ഹരിഹർ നഗർ വരുമ്പോൾ ഇവരുടെ ഒരു കോംബോ അല്ലെ, ഈ 4 പേര്, പിന്നെ അതിന് 3 പാർട്ടുകൾ ഇറങ്ങിയ ഒരു സിനിമയും കൂടിയാണ്. അത് ഇവർക്കൊക്കെ കരിയറിൽ ഹെൽപ്പ് ചെയ്ത സിനിമയല്ലേ? ഹരിഹർ നഗർ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, അതായത് സിദ്ദീഖിന് മാറ്റി പിടിക്കണം നമ്മൾ. ഈ ഒരു മാറ്റർ വേറെ ഒരു കഥയായിട്ട് വന്നു. ഹരിഹർ നഗർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മാറ്ററിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടാണ് ഹരിഹർ നഗർ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മുകേഷും ജഗദീഷ്, അശോകനും സിദ്ദീഖും ഒക്കെ കുടികേറി വരുന്നത്. അത് പിന്നെ കുറച്ച് നാൾ വരെ അതിലേക്കും വന്ന് പിന്നെ അതിൽ നിന്ന് മാറി ചിന്തിച്ചതാണ് വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. ഇന്നസെന്റ് ഏട്ടൻ മോഹൻലാൽ അവർക്ക് വേണ്ടി റാംജി റാവു ഉണ്ടാക്കിയ പോലെ തന്നെയാണ് വിയറ്റ്നാം കോളനിയിലേക്ക് വേണ്ടിയിട്ടുള്ള സിദ്ദീഖിന്റെ ആ ഒരു സബ്ജക്ട്, സിദ്ദീഖ് ലാലിന്റെയും കൂടിയുള്ള സബ്ജക്ട്. അത് കുറച്ചുകൂടെ ഒരു പ്രൊഡക്ഷൻ സൈഡ് നോക്കുമ്പോഴേ ആർട്ടൊക്കെ അത്യാവശ്യം നല്ലോണം വേണ്ടി. അതേപോലെ തന്നെ നല്ല സെറ്റ് വർക്ക്, സെറ്റ് വേണമെന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് സെറ്റ് വേണം. ആ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സെറ്റിൽ നടക്കുന്ന ഒരു വർക്കാണ്, സെറ്റിനകത്ത് നടക്കുന്ന വർക്കാണ്. അപ്പോൾ സെറ്റാണ് അതിനകത്ത് മുഖ്യ കഥാപാത്രം. സെറ്റിനകത്ത് വർക്ക് ചെയ്യാതെ അപ്പോൾ അല്ലാതെ പല വീടുകളിലും പോയിട്ട് ഷൂട്ട് ചെയ്താൽ ഈ ഒരു ഭംഗി കിട്ടൂല. അപ്പോൾ സെറ്റ് നിർബന്ധം. ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് നിർബന്ധമാക്കി പറഞ്ഞത്. ആ സെറ്റ് വർക്ക് ചെയ്ത പുള്ളിക്ക് ആ ഡയറക്ടർക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കോസ്റ്റ് അന്ന് വന്നു. പക്ഷെ അത് തിയേറ്ററിൽ നന്നായിട്ട് ഓടുകയും ചെയ്ത് നന്നായിട്ട് പോവുകയും. വില്ലൻ റാവുത്തറിൻ്റെ കഥ എന്ന് പറയുന്നത്, ഞാൻ പപ്പയുടെ സ്വന്തം അപ്പൂസ് മദ്രാസിൽ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സിദ്ദീഖ് ആർട്ടിസ്റ്റുകളുടെ കാര്യമൊക്കെ പറയും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ മദ്രാസിൽ, സിദ്ദീഖ് എറണാകുളത്ത്, സിദ്ദീഖ് ലാൽ എറണാകുളത്ത്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ മറ്റേ ദജ്ജാല് പോലത്തെ ഒരാൾ വേണം. ദജ്ജാൽ എന്നാണ് സിദ്ദീഖ്, ദജ്ജാല് പോലത്തെ ഒരാൾ വേണം. നമ്മളെന്തോ എവിടെ പോയി അന്വേഷിക്കാനാണ്, എല്ലാ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞു. ഇല്ല അപ്പോൾ അത് നമുക്ക് നോക്ക്, ഈ എവിടെയെങ്കിലും മദ്രാസിൽ ചിലപ്പോൾ ആന്ധ്രയിലൊക്കെ ഉണ്ടാവും നല്ല സൈസും ഇതൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാൽ നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് നമ്മളുടെ ഫൈറ്റൊക്കെ എടുക്കുന്ന മലേഷ്യ ഭാസ്കർ പുള്ളി നമ്മളെ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. ബൈക്കിൽ വന്നിട്ട് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതിനകത്ത് ഫൈറ്റ് എടുത്തതും വേറൊരു മാസ്റ്ററായിരുന്നു പപ്പയുടെ സ്വന്തം ബോസ്. പുള്ളി അടുത്ത പടത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നു. അടുത്ത പടം എപ്പോഴാണ് തുടങ്ങുന്നത് എന്നൊക്കെ സംസാരിക്കാൻ വന്നതാണ്. ഞാൻ വെറുതെ ചോദിച്ച് മലേഷ്യ ഭാസ്കർ നമുക്കിങ്ങനെ നല്ല സൈസായിട്ടുള്ള ഒരാൾ വേണം, സിദ്ദീഖിൻ്റെ അടുത്ത പടത്തിൽ ഇങ്ങനത്തെ ഒരു സൈസ് വേണം. അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭാസ്കർ പറഞ്ഞു, നമ്മൾ എന്താണ് രാജകുമാറില്ലേ ആന്ധ്ര എൻ്റെ ആൾ, അവൻ പറ്റുമേ, അവൻ നല്ലതാ എന്ന് പുള്ളി ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ആൾ ഫോട്ടോ ഒക്കെ വേണം, എനിക്ക് ഫോട്ടോ വേണം, സിദ്ദീഖിനെ ഒന്ന് അയച്ചു കൊടുക്കണം, സിദ്ദീഖിനെ കാണിക്കണം, സിദ്ദീഖ് ഓക്കെ പറയണം. വൈകിട്ടെന്തോ അതിൻ്റെ ഫോട്ടോ കൊണ്ടെന്ന് തന്ന്. ഞാനന്ന് തന്നെ ട്രെയിനിലുള്ള ഈ അറ്റൻഡറയിൽ കൊടുത്തയക്കുന്ന പരിപാടിയുണ്ട് ഞങ്ങൾ. മദ്രാസിൽ നിന്ന് കൊടുത്ത എറണാകുളത്ത് പോയി കളക്ട് ചെയ്യുക. ഇയാളെ 3-4 ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ച്, ഇയാളെ ഹൈറ്റും ദജ്ജാല് പോലത്തെ അയാൾ കൊണ്ടുവന്നു. അവിടെ പിറ്റേ ദിവസം അവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല സൈസ് ഒരാൾ. നമ്മൾ സിദ്ദീഖ് കറക്റ്റ് ആളാണ്. സിദ്ദീഖ് ഞാൻ അഭിനയിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, ആള് കറക്റ്റാണ്. സിദ്ദീഖ് പറഞ്ഞ മാതിരി തന്നെ ഒരു ദജ്ജാലാണെന്ന് ഞാൻ പറയും. ആള് കറക്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു.
അഭിനയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫോട്ടോ കാണിച്ചു കൊടുത്ത് ശ്രദ്ധിക്കും, ബാബു ഇത് കറക്റ്റാണ്, ഇത് മതി, പുള്ളി നമുക്ക് വെറുതെ നിർത്തിയാൽ മതി, നിർത്തിയിട്ട് എന്തെങ്കിലും ചെറിയ ഡയലോഗ് പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിച്ചാൽ മതി. പടത്തിൽ അങ്ങനെ തന്നെയാണ്, പുള്ളി അധികം ഡയലോഗൊന്നുമില്ല, അങ്ങനെയാണ്. ആ കോസ്റ്റ്യൂമും എല്ലാം കൂടി ആയപ്പോഴും ആ ഡോർ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആളെ കയ്യിലെടുത്ത് ഓഡിയൻസ് അത് ദജ്ജാൽ തന്നെയാണ് എന്നുള്ള കയ്യിലെടുത്ത്. വർക്കിലൊക്കെ സിദ്ദിഖ് ലാൽ എന്നുള്ള കോംബോ ഇവരെങ്ങനെയാണ് വർക്ക് എടുത്തത്? ഒരു ഭാഗം മുഴുവൻ സിദ്ദിഖ് ഒക്കെ ചെയ്യുക അങ്ങനെയാണോ? അല്ലെങ്കിൽ അവര് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ കഥ പ്ലാൻ ചെയ്യുന്നത് മുതലേ അത് സിനിമക്കുള്ള കഥ ഇവരിങ്ങനെ ഇരുന്ന് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് മയൂര പാർക്ക് എന്ന് പറഞ്ഞ കച്ചേരിപ്പടിയിലൊരു മറ്റേ ഹോട്ടലുണ്ട്, അവിടെ സ്ഥിരം ഒരു റൂമുണ്ട് 205. അവിടെയാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ ഇവർ അവിടെ ആയിരിക്കും, അതിനകത്ത് റൂമിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചില സമയത്ത് എന്നെ വിളിക്കും, അവിടെ കാലത്തെ പോയിരിക്കും, ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയാകുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിയിൽ തന്നെ വീട് ഞാൻ പോവുകയും ചെയ്യും. ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളും. അപ്പം ഇങ്ങനെ രണ്ടുപേരും ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിന് കൗണ്ടറായിട്ട് ചിലപ്പോൾ ലാല് വേറെ കാര്യം പറയും, ലാലൊരു കാര്യം പറയുമ്പോൾ അതിന് കൗണ്ടറായിട്ട് സിദ്ദിഖ് പറയും. അത് കഥ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിടുക്കരാണ്, ഭയങ്കര മിടുക്കരാണ്. അത് ഒന്നാമത് ഹ്യൂമർ സെൻസ് കൂടി കണക്ട് ചെയ്തിട്ടേ ഇവർ പറയുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹ്യൂമറിൽ കൂടിയൊക്കെ പറയും. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മറുപടി ചിലപ്പോൾ ഹ്യൂമറിൽ കൂടിയൊക്കെയാണ് പറയുന്നത്. ചിലർക്ക് അത് ചിലപ്പോൾ അത് ഇഷ്ടം തോന്നാതിരിക്കാം, നമുക്കറിയാം. നമ്മൾ ചിരിച്ച് എന്ന് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യും അത്. അപ്പം കഥ ഉണ്ടാക്കുന്നത് മുതൽ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. ഷൂട്ടിംഗ് സമയത്ത് ഇതേപോലെ ഡിസ്കഷനും അത് വേണോ ഇത് വേണോ മറ്റത് വേണോ എന്ന് ഇവർ ആലോചിച്ച് രണ്ടുപേരും ആലോചിച്ച് ഉണ്ടാക്കിയ സിനിമകൾ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം കൂട്ടുകെട്ടിൽ വന്നു. ഫസിൽ സാറിന്റെ അനിയത്തിപ്രാവ് വരുമ്പോൾ പിന്നൊരു പുതുമുഖങ്ങളായി ശാലിനി കുഞ്ചാക്കോ വരുമ്പോൾ നിങ്ങൾ മാമാട്ടിക്കുട്ടി അമ്മയിൽ ശാലിനി വന്നിട്ടുണ്ട് കുട്ടിയായിട്ട്, പക്ഷെ ഒരു നായികയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതുപോലെ ഉദയ സ്റ്റുഡിയോ സാർ തന്നെ പറഞ്ഞു അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴൊക്കെ കുഞ്ചാക്കോ ബോബൻ എന്ന കുട്ടിയെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അതിൽ നിന്ന് ഇവർ വരുമ്പോൾ ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും എനിക്ക് വലിയ സീരിയസ്നെസ് ഇല്ലായിരുന്നു സിനിമയെ, എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സിനിമയെ ആഗ്രഹിച്ചു തുടങ്ങി. അപ്പം അന്ന് എങ്ങനെയായിരുന്നു ഇവർ ആക്ട് ചെയ്യുന്നൊക്കെ? അത്രയും ഡെഡിക്കേറ്റഡ് ഒരു ആക്ടേഴ്സ് ആയിട്ടായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അത് അനിയത്തിപ്രാവ് നമ്മൾ കഥയെല്ലാം വായിച്ച് ന്യൂ ഫേസ് വേണം, രണ്ടുപേരും ന്യൂ ഫേസ് ആയിരിക്കണം, ലവ് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്കൂട്ട് പലരെയും എറണാകുളത്തുനിന്ന് കൊണ്ടുപോയി, അവിടെ നിന്ന് കൊണ്ടുപോയി, മൂവാറ്റുപുഴയിൽ നിന്ന് 2-3 പേരെ കൊണ്ടുപോയി. ഒക്കെ ഒന്നും അങ്ങോട്ട് ഒന്നല്ലെങ്കിൽ കാണാൻ ഗ്ലാമർ ആയിരിക്കും, അഭിനയിക്കില്ല. ചിലവർ വന്ന് കാണാനൊരു ഇത് ഫോട്ടോജനിക് ആയിരിക്കില്ല, അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. ചില പിള്ളേർ അതിൽ വന്നവരൊക്കെ ഇപ്പം സിനിമയിൽ വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഷൂട്ടിങ് നീണ്ടു പോകുന്നു. ഹീറോ കിട്ടുന്നില്ല, ഹീറോയിനെ കിട്ടുന്നില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഫാസിൽ സാറിൻ്റെ വൈഫാണ് പറഞ്ഞത്, അങ്ങനെ ബോബൻ കുഞ്ചാക്കോയുടെ ഒരു മകനുണ്ടല്ലോ, അങ്ങനെ പോയി നമുക്കൊന്ന് കാണാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് വൈകിട്ട് രണ്ടുപേരും കൂടി ഫാസിൽ സാറും വൈഫും കൂടിയും പോയി ചാക്കോച്ചനെ കാണുന്നത്. അങ്ങനെയാണ് ചാക്കോച്ചൻ ഫിക്സ് ചെയ്യുന്നത്. പിന്നീടാണ് പറഞ്ഞത് നമ്മളെ മാമാട്ടി. അപ്പം ഡിസ്കഷൻ ഉണ്ട്, ഈ ഡിസ്കഷനിലാണ് ഓരോരുത്തർ പല പേരുകളും പറയും. പഴയ കുട്ടികൾ ഇത്ര വലുതായോ, അവർ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ആരോ കയറി ഇങ്ങനെ പറഞ്ഞു, ആരാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇപ്പം ശാലിനി ഇപ്പോൾ വലുതായിട്ടുണ്ടാവുമല്ലോ, അവളെ ഒന്ന് നോക്കിയാലോ. അപ്പോഴാണ് ഫാസിൽ സാർ ഇങ്ങനെ ആലോചിക്കണം, അതാണൊന്ന് അന്വേഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് വെറുതെ പോയി ഒന്ന് അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം നോ പറഞ്ഞ് പഠിക്കുകയാണ് ഇല്ല, ഒരിക്കലും കൂട്ടുകാർ വരില്ല. പിന്നെ നിർബന്ധിച്ച് ശാലിനി ചാക്കോച്ചനും വന്ന് കയറുന്നത്. ഒരു ഹിറ്റ് പേർ, കുറച്ച് സിനിമകളെങ്കിലും എന്നും ഓർക്കുന്ന 90s ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഭാഗങ്ങളല്ലേ അവര്. അതിലെ ക്ലൈമാക്സ് പറയുമ്പം ശ്രീവിദ്യാമ്മയും ലളിത അമ്മയുടെയും ഒരു പെർഫോമൻസ്, ആ സിനിമ അതുവരെയുള്ള ഇപ്പൊ തിലകൻ സാറൊക്കെ ഒരിക്കലും ആ പെർഫോമൻസ് സിനിമേനെ എലിവേറ്റ് ചെയ്തത് വലിയൊരു ലെവലിലേക്കാണ്. ഇന്നും എല്ലാവർക്കും ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ചെറുപ്പക്കാർക്ക് എന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ഫീൽ ആവും. അത്രയും വലിയൊരു പെർഫോമൻസ് അല്ലേ ആ രണ്ടമ്മമാരുടെ, അത് ഓർക്കുന്നുണ്ടോ? അത് അതിൻ്റെ ഇത് നമ്മൾ പുള്ളി സിനിമയുടെ ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ചിലപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് എഴുതുന്നത്. സാർ അങ്ങനെയാണ്, അത് മനസ്സിനകത്തുണ്ടാവും. അതെങ്ങനെ വേണോ, അവരിങ്ങനെ വേണോ, അവർ മരിക്കണോ, അവർ പിരിയണോ, അവർ കല്യാണം കഴിക്കണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പുള്ളി താലോലിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും. അപ്പം
ഈ ഡെയിലി വന്നിട്ട് ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 10, 25, 30 ദിവസമാവും. എന്ത് ക്ലൈമാക്സ് എന്ത് ചെയ്യും? പുള്ളിക്ക് ടെൻഷനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചിലപ്പോൾ അവരും സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്ററൊക്കെ ആയിട്ട് വരും എന്നങ്ങനെ ഓരോരുത്തർ പറയും. ഒക്കെയാണ് നെഞ്ചത്ത് നേരുണ്ട് സോങ് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ചേർത്തല പിന്നെ അർത്തുങ്കൽ ബീച്ചിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇന്നസെൻറ്റും ഈ 2 ഹീറോയിൻ അവിടെ വരുന്നതും അശോകനായിട്ട് വരുന്നതും ആ ബീച്ചിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അടുത്ത ദിവസം രാവിലെ കാറിൽ വന്നിറങ്ങിയിട്ട് എല്ലാവരെയും വിളിക്കും. ഞങ്ങൾ ക്യാമറമാൻ, ഞാൻ, ആ ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പ്രൊഡ്യൂസർ അപ്പച്ചൻ എല്ലാവരും വന്ന് എല്ലാവരും നിരന്നിരുന്ന് എന്നിട്ട് പറഞ്ഞ് എന്താണ് നമുക്ക് സസ്പെൻസാണ്. എന്താണ്? അതെ, ക്ലൈമാക്സിൻ്റെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ ഒന്ന് വായിക്കാം, അത് വായിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ കീറിക്കളയും. ഞാൻ ഓക്കെ പറഞ്ഞു. ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല, എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് ക്യാമറയൊക്കെ ലെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മണി 9 കണ്ടുപോയി. ഇത് വായിക്കാൻ തുടങ്ങി. ഈ സീൻ ഇങ്ങനെ പേജ് മറിച്ച് വായിക്കാൻ തുടങ്ങി. ചിലവരെ മുഖത്തൊക്കെ ഇങ്ങനെ പുള്ളി നോക്കും, പുള്ളി ശ്രദ്ധിക്കും. ഈ ഓഡിയൻസിൻ്റെ ഈ റിയാക്ഷൻസ് ചിലപ്പോൾ നമ്മുടെ സെറ്റിലുള്ള ആരെങ്കിലും ഫേസ് ചെയ്ത് കണ്ണുമിഴിച്ചിരുന്ന അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ചിലർ അതില്ലാതെ വേറെ എവിടെയെങ്കിലും ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ പുള്ളി നോട്ടീസ് ചെയ്യും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ. എല്ലാവരും ഇടപെടുത്തു അല്ലേ? എല്ലാവരും പ്രൊഡക്ഷൻ പോയി ചായ കൊണ്ട് നടക്കുന്ന പിള്ളേരെ തന്നെ വിളിച്ചു എങ്ങനെയുണ്ട് കേട്ടിട്ട്. ചിലപ്പോൾ അവൻ മാറി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കയറിക്കും, ഇത് കേൾക്കുകയായിരിക്കില്ല, അവൻ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. പുള്ളി വിചാരിക്കും അവൻ കേട്ടിട്ട് അവിടെ നിൽക്കണമെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടിരുന്ന ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് പുള്ളി എല്ലാവരെയും വിളിച്ചൊക്കെ ചോദിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഡെഡ് സൈലൻറ്റ്, ആർക്കും ഒന്നും ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കണ്ണും വിഴിച്ച് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇങ്ങനെ കയറി വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തോണ്ട് എന്ന് പറയുന്നത് അറിയാതെ കയറിയിട്ട് എല്ലാവരും കയറി ഇങ്ങായിട്ട് കൈയടിച്ചങ്ങോട്ട്. അതാണ് അനിയത്തിപ്രാവിൻ്റെ ക്ലൈമാക്സ്. അത് ഷൂട്ടിംഗ് തുടങ്ങി 30-35 ദിവസം കഴിഞ്ഞിട്ടാണ് വായിക്കുന്നത്, ക്ലൈമാക്സ് വായിക്കുന്നത്. അതുവരെ ക്ലൈമാക്സ് ഇല്ലായിരുന്നു. അവരുടെ പെർഫോമൻസോ അത് കണ്ടിരുന്നു നേരിട്ട്? രണ്ടുപേരും യുദ്ധം ചെയ്യുക, സത്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക, ആരാണ് ഞാനാണോ നീയാണോ. അത്ര ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോൾ ഇടയിലാണ് തിലകൻ, അങ്ങനത്തെ ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ ഇങ്ങനെ ഇരുത്തിയേക്കാണ്. അതൊരു സ്പേസ് ഉണ്ട്, നമ്മളിങ്ങനെ ഇരിക്കുന്ന അതിന്റെ ഇടയിലാണ് ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ. അതിന് വേണ്ടി തന്നെ ആ സെയിം ആയിട്ട് ആ ലൊക്കേഷനും കിട്ടി. ആലപ്പുഴയിലൊരു വീടാണത്, അതും കിട്ടി. അവിടെ നിന്ന് എൻട്രി ലളിത ചേച്ചി വന്നങ്ങൻ്റെ വാതൊക്കെ നിൽക്കുന്നതും അപ്പുറത്ത് ശാലിനി ഇതായിട്ട് വിഷമിച്ച് നിൽക്കുന്നതും കുഞ്ചാക്കോ ബോബൻ ഇവരെ കൂട്ടത്തിലിരിക്കുന്നതും പിള്ളേര് നടന്നു എന്നിട്ട് കല്യാണത്തിന് ചോദിക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെനിക്ക് തോന്നുന്നു 3 ദിവസം വരെ ഷൂട്ട് ചെയ്തത്. ആ ഒരു സീൻ 3 ദിവസമാണ് ഷൂട്ട് ചെയ്തത്, 3 ദിവസം എടുത്തത്. അപ്പോൾ അതാണ് പുള്ളി ഒരുപാട് ഷോട്ടുകൾ എടുക്കും. ഷോട്ട് എടുത്ത് അത് ഏത് വേണം എങ്ങനെ വേണം എന്നുള്ള എഡിറ്റിംഗ് റൂമിൽ നിന്നാണ് പുള്ളി തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നല്ല ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും അത് ലാഗ് വരികയാണെങ്കിൽ അപ്പം വെട്ടിക്കളയുകയും ചെയ്യും. അത് നോക്കിയതാ ദൂരത്തിലെ സോങ് ഇതുപോലെ വല്ലാതെ ഫീൽ ചെയ്യുന്ന സോങ്ങാണ്. ഇത്ര വർഷം കഴിഞ്ഞ് ഒരുപാട് കവർ സോങ് ഒക്കെ അതിൻ്റെ വന്നിട്ടുണ്ട്. 1000 കണ്ണുമായി ഒരുപാട് വിനീത് ശ്രീനിവാസനൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അതുപോലെ ഫാസിൽ സാർ സോങ്സിന് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? വാസാറിന് അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, വാസാറിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളി സ്ക്രിപ്റ്റ് കഥ തിരഞ്ഞെടുക്കുക, അതിൻ്റെ തിരക്കഥ ഉണ്ടാക്കുക, സംഭാഷണങ്ങൾ ഉണ്ടാക്കുക, അത് ഓക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഈ ഫാമിലി ആയിട്ട് ടച്ച് ചെയ്തിട്ടുള്ള സോങ്ങിലേക്ക് പുള്ളി ഇറങ്ങും. സോങ് പുള്ളിക്ക് നിർബന്ധമാണ്. സോങ് ഒരു 3-4 സോങ് ഒരു സിനിമയിൽ വേണം, അത് നിർബന്ധമാണ്. അതാ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സോങ് വരികണം. അതെങ്ങനെ പല മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പല കമ്പോസ് ചെയ്തിട്ട് പല ട്യൂണൊക്കെ പറയും. പുള്ളി പറയും അത് വേണ്ട മറ്റത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞ് തട്ടി അവസാനം കിട്ടിയതാണ് ഈ പറഞ്ഞത്. അത് ഫാസിൽ സാറ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സാറ് ഇങ്ങനെ പാട്ട് കിട്ടാതായപ്പോൾ പുള്ളി എവിടെ നിന്നോ എനിക്ക് ജെറിയോടെ പറഞ്ഞ് കാത്തിരുന്ന് മുഷിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ടാണ്ട് പോയപ്പോൾ ബിച്ചു ഇരുന്ന് ആലോചിച്ച്
വിച്ചു തിരുമല. ആ വിശു തിരുമലയിൽ നിന്ന് ആലോചിച്ചു വേറൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ടാണ് ആയിരം കണ്ണുമായി കാത്തിരുന്നു. അങ്ങനെ പുള്ളിയെ വെറുതെ അങ്ങനെ കാത്തിരുന്ന് 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 ആലോചിച്ച് പാട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് പുള്ളി ഇറങ്ങിയാണ്ട് ബ്രേക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ സമയത്ത് ഇതും പറഞ്ഞ് സിഗരറ്റും വലിച്ച് പുള്ളി ഇങ്ങനെയാണ്ട് പോയതാണ്. അത് വെച്ചിട്ട് വെച്ച് ആയിരം കണ്ണുമായി കാത്തിരുന്നു എന്നു വേദന ചെറിയ അതിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കിയത് അങ്ങോട്ട്. അങ്ങനെയാണ് ആയിരം കണ്ണുമായുള്ള സോങ്. അത് ഫാസിൽ സാർ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വിഷമിച്ചു പോകുകയായിരുന്നെന്ന്. ഇരുന്നിട്ട് പാട്ട് കിട്ടുന്നില്ല വരികൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് കാത്തിരുന്ന് 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 പോവുകയാണ് പറഞ്ഞുകൊണ്ട് തമാശയും പറഞ്ഞിട്ട് ഇറങ്ങിയാണ്ട് പോയതാണ് പുള്ളി. അത് 2 മണി 3 മണിയായപ്പോൾ പുള്ളി തിരിച്ചു വന്ന് എന്തായി വല്ലോ ആയാ ആയിരം കണ്ണുമായി എന്നും പറഞ്ഞിട്ട് ജെറി വായിക്കുകയാണ്. ഇതാണ് എനിക്ക് വേണ്ടത് ഫാസിൽ സാർ. ഇതുപോലെ ഒരുപാട് ഹരീഷ്ണൻസിന്റെ ഒക്കെ ഫാസിൽ സാർ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നല്ലേ, ലാസ്റ്റ് മിനിറ്റ് ഔസേപ്പച്ചനും കൈതപ്രം സാറും കൂടെ ഉള്ള പാട്ട്. അത് ഇതേപോലെ സമയമിത പൂർവ്വസായാഹ്നം. അത് ഈ പറഞ്ഞ മാതിരി തന്നെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അതിൻ്റെ കമ്പോസിങ് ആയത്. നേരെ പിന്നെ മമ്മൂക്കയുണ്ട് ലാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ഒരു കൈയടിച്ച് കളഞ്ഞത് കേട്ടിട്ടത് അതിഗംഭീരമൊന്നും പറഞ്ഞു. അതാണ് ഇടയ്ക്ക് അതെങ്ങനെ പുള്ളി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഔസേപ്പച്ചനെ മ്യൂസിക് മറ്റേ റൈറ്ററെ അതല്ല നിങ്ങൾക്ക് കിട്ടും അത് നാളെ ആവും അല്ല മറ്റന്നാളും വരും നിങ്ങൾ തുടങ്ങിക്കോ അങ്ങനെ ഒരുപാട് പേജുകൾ എഴുതി കീറിക്കളയും പിന്നെ എഴുതി കീറിക്കളയും. അങ്ങനെ കിട്ടുന്നതാണ് അങ്ങനത്തെ പാട്ടുകൾ. അത് അവർക്ക് സമയം വിട്ടുകൊടുക്കണം. അല്ല നാളെ തന്നെ എനിക്ക് റെക്കോർഡിംഗ് ആണ്, നാളെ തന്നെ പാട്ട് വേണം, ഇന്ന് റെഡിയാക്കണം, അതാണ് അത് പാട്ട്, അത് ഓക്കെ ഇത് മതി എന്ന് പറയുന്ന സംഭവം അവസാനം ഇഷ്ടമല്ല. റെക്കോർഡിംഗ് നീട്ടി വെക്കാം, ഒരാഴ്ച ഒരു മാസമൊക്കെ. പാട്ട് ഗംഭീരമാവട്ടെ, പാട്ട് നന്നായിട്ട് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ബുക്ക് ചെയ്താൽ മതി. നിർബന്ധം പിടിക്കുന്നത് പാട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പണ്ട് കമൽ സാർ പ്രാദേശിക വാർത്തകളിൽ പെട്ടി വൈകുന്ന ജയറാം ഏട്ടൻ്റെ ഒരു തിയേറ്ററിലേക്കുള്ളതൊക്കെ അങ്ങനത്തെ ഞങ്ങൾ സിനിമകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം ക്യൂബ് അപ്ലോഡിന്റെ കാലത്തെ ഇതൊക്കെ സിനിമയിലല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ പെട്ടി? ഒരുപാടുണ്ട്. അത് ഭയങ്കര ടെൻഷൻ പിടിച്ചതാണ്. നമ്മൾ ഈ തിയേറ്റർ റിലീസ് ഫിക്സ് ചെയ്യും. റിലീസ് ഇപ്പോൾ ഒരു ഏപ്രിൽ 10 എന്ന് പറഞ്ഞ തിയേറ്റർ, ഉദാഹരണം ക്രോണിക് ബാച്ചിലറിൻ്റെ തന്നെ പറയാം. ഈ മണിച്ചിത്രത്താഴമൊക്കെ അതിൽ പെട്ടതാണ്. തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴത്തെ ഹാർഡ് ഡിസ്കിലല്ല ഷൂട്ട് ചെയ്യുന്നത് ക്യാമറ, ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ ക്യാമറയിലല്ല, അരിത്രി ക്യാമറ. ഫിലിം ലോഡ് ചെയ്തിട്ട് ഫിലിമാണ്, ആ ഫിലിം കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചിട്ട് അത് ലോഡ് ചെയ്തിട്ട് അതിലാണ് ഷൂട്ട് ചെയ്യണത്. ടേക്ക് 1 2 3 4 പോയാൽ അത്ര ആ ഫിലിം വേസ്റ്റാണത്, അത്രയ്ക്ക് ലോസാണ് പ്രൊഡ്യൂസറിന് ഉണ്ടാവുന്നത്. ആ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് ഇത് ലാബിൽ പ്രസാദ അല്ലെങ്കിൽ വിജയ ലാബിൽ കൊണ്ടുപോയി പ്രിൻ്റ് അടിച്ച് അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് സിനിമ വരുന്നത്. നമ്മളുടെ എന്ന് പറയുന്നാൽ ഈ ഷൂട്ട് ചെയ്തത് അതിനകത്ത് ഡബ് ചെയ്ത് മിക്സ് ചെയ്യണം. മിക്സിങ് സമയത്താണ് ഡബ്ബിങ് വോയിസ്. പിന്നെ സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് ഈ RRൻ്റെ മ്യൂസിക്, അതിൻ്റെ ഒരു ട്രാക്ക് വേറെ, എഫക്ട്സ് നടന്നു പോകുന്ന സൗണ്ട്, അല്ലെങ്കിൽ കാറ് ഹോൺ അടിക്കുന്ന അതിൻ്റെ ഒരു ട്രാക്ക് വേറെ, എല്ലാ ട്രാക്കും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ഒരു ഫിലിം. അപ്പോൾ ആ ഫിലിം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാബിൽ കൊടുത്തിട്ട് പ്രിൻ്റ് ആക്കണോ? അത് നാളെ റിലീസാണ്, ഇന്ന് പ്രിൻ്റ് ആയിട്ടുണ്ടാവില്ല. അത് ഒരു കേരളത്തിൽ ചിലപ്പോൾ അന്നൊക്കെ ഒരു 100-120 സ്റ്റേഷനാണ്. കാസർഗോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തിയേറ്ററിൽ എത്തണം. ട്രെയിനേ മാർഗമുള്ളൂ, ട്രെയിനിൽ കയറ്റണം. അതായത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ട്രിവാൻഡ്രം മെയിൽ അവിടെ നിന്ന് പുറപ്പെടുന്നു, മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന്. ആലപ്പി മെയിൽ 7:30 മണിക്ക് പുറപ്പെടുന്നു. അപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ഉള്ളത് നമ്മൾ ആലപ്പിയിലേക്ക് ബുക്ക് ചെയ്യും. ഇത്ര പ്രിൻ്റ് ഉണ്ട്, അതിൻ്റെ RR എന്ന് പറഞ്ഞ പേപ്പറൊക്കെ ഉണ്ട്. കൊണ്ടുപോയി കൊടുത്തിട്ട് നേരത്തെ കൊണ്ടുപോയി കൊടുത്ത് അവർ മറ്റേ എനിക്ക് വേണം 7 മണിക്ക് പോകുന്ന ട്രെയിൻ 4 മണിക്ക് പ്രിൻ്റ് കൊണ്ടുപോയി കൊടുത്ത് RR വാങ്ങിക്കണം. എന്നാലും അവർ ആ ട്രെയിനിലേക്ക് കയറ്റുള്ളൂ. 4 മണിക്കൂറോ 3 മണിക്കൂറോ മുമ്പ് വേണം, നിർബന്ധമാണ്. രാത്രി ഈ നേരം വെളുക്കുന്നവരം ഈ ലാബിൽ കയറി ഇറങ്ങി നടക്കലാണ്. നമ്മളൊരു മിക്സ് ചെയ്ത ആ ഒരു റീല് ഓടി ലാബിൽ കൊണ്ടുപോകണം. അത് പ്രിൻ്റ് അടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് പ്രിൻ്റ് അടി തുടങ്ങും. അടുത്തത് മിക്സ് ചെയ്ത് അതും കൊണ്ട് നേരെ ലാബിൽ കൊണ്ടു പ്രിൻ്റ് അടി തുടങ്ങിക്കോ. പക്ഷെ എന്നാലും 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ സാധനം കിട്ടില്ല. പിന്നെ ടെൻഷനാണ്. പിന്നെ ഒരു കാര്യം ചെയ്യും, തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒരു
10 റീലുമായിട്ട് അവർ വന്നു. പാലക്കാട് ഭാഗത്തേക്കൊരു വണ്ടി, കാസർഗോഡ് ഭാഗത്തേക്കൊരു വണ്ടി, വണ്ടി 3 4 വണ്ടിയൊക്കെ പിടിച്ചു നിർത്തും. ഈ വണ്ടിയിൽ കയറ്റി കിട്ടുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അവിടുത്തെ പറയും ഞങ്ങളിതേ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത് മദ്രാസ് സിറ്റിയിൽ അന്ന് ഭയങ്കര ട്രാഫിക്കുമാണ്. അതൊക്കെ ആ ഡ്രൈവർമാരുടെ ഒരു സഹായമുണ്ട്. എങ്ങനെയൊക്കെ അതിൽ കൂടിയൊക്കെ കൊണ്ടുപോകണം, ആംബുലൻസ് പോകണ വഴിയൊക്കെ പോയി പ്രിൻ്റ് എത്തിച്ചിട്ടുണ്ട്. ചിലത് രാവിലെ 10 മണിക്ക് ഷോ നടക്കാതെ വന്നിട്ടുണ്ട്, പ്രിൻ്റ് എത്തിയില്ല. തിയേറ്ററിൽ ഭയങ്കര ക്യൂ, എത്തിയില്ല. അതായത് ഓണത്തൊക്കെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, കാറിൽ കയറ്റി വിട്ടിട്ടുണ്ട്. കാർ അവിടെ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിളികളും ബഹളവും. അന്ന് മൊബൈലൊന്നുമില്ലല്ലോ, എവിടം വരെ എത്തി, എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കാൻ ഒന്നും അറിയില്ല. വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ കൂടെയുള്ള ഡ്രൈവർ ചിലപ്പോൾ ഏതെങ്കിലും STD ബൂത്തിൽ നിന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്, കാറ് ടയർ പൊട്ടി, അതാണ് മാറ്റി, അത് ഡിലേ ആയി. അപ്പോൾ ഞങ്ങൾ അവരോട് പറയും, തിയേറ്ററിൽ പറയും. ഈ ക്രോണിക് ബാച്ചലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏപ്രിൽ 10-ാം തീയതി നമ്മുടെ സിനിമ വിഷുവിന് റിലീസ് ചെയ്യണം. മാർച്ച് 29 വരെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര സമയമുണ്ട്? 11-12 ദിവസം. ഡബ്ബിങ് 3 സ്റ്റേഷനിൽ, തിരുവനന്തപുരം ചിത്രാഞ്ജലിൽ 3 സ്റ്റുഡിയോയിൽ ഡബ്ബിങ്. മമ്മൂക്ക ഡബ്ബ് ചെയ്യുന്നു, ഇന്നസെൻ്റ് അമേരിക്കയിൽ, ഇന്നസെൻ്റ് ഇല്ല, പുള്ളി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് വേണം ഡബ്ബ് ചെയ്യാൻ. മുകേഷ് ഡബ്ബ് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് ലളിത ചേച്ചി ഡബ്ബ് ചെയ്യുന്നു. മദ്രാസിൽ 2 തിയേറ്റർ ബുക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ചില ആർട്ടിസ്റ്റുകളൊക്കെ നേരെ മദ്രാസിലേക്ക് അയച്ച് അവിടെ ഡബ്ബ് ചെയ്യുന്നു. അങ്ങനെ 5 6 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് ഡബ്ബിങ് അങ്ങോട്ട് തീർത്ത്, ഡബ്ബിങ് കഴിഞ്ഞാൽ പിന്നെ ട്രിം ചെയ്യണം. ഈ ഡബ്ബ് ചെയ്ത വോയിസ് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ട്രിം ചെയ്യണം. അതുടനെ ഓരോ റീല് ഡബ്ബ് ചെയ്യുമ്പോഴും നേരെ കൊണ്ടുപോയിട്ട് അവിടെ എഡിറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി കൊടുത്ത് അത് അത് ട്രിം ചെയ്ത് അത് പാരലായിട്ട് ഈ വോയിസും ഫിലിമും കൂടിയും പാരൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കി വെക്കണം. ഇങ്ങനെ ഒരു പടി അവിടെ പല സ്ഥലത്ത്. അതായത് ഒരു സിനിമക്ക് ഒരു ഗ്രൂപ്പ് ചെയ്യേണ്ട പണി 10 ഗ്രൂപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഡബ്ബിങ് 4 സ്ഥലത്ത് 5 സ്ഥലത്ത്, എഡിറ്റിംഗ് 3 4 സ്ഥലത്ത്, പിന്നെ എഫക്ട്സ് 2 3 സ്ഥലത്ത്. അതിൻ്റെ ഇടയിൽ വോയിസ് റെക്കോർഡിങ്ങിൻ്റെ അത് പ്ലാൻ ചെയ്തോ, ഒരു റീല് റെഡിയായാൽ ഉടനെ കൊണ്ടുവന്ന് തരാം, അത് റെക്കോർഡ് ചെയ്തോ റീ റെക്കോർഡിങ് ചെയ്തോ. അങ്ങനെ പ്ലാൻ ചെയ്ത് 10 12 ദിവസം കൊണ്ട് പ്രിൻ്റ് റെഡിയായി. ഇതേപോലെ തന്നെ എങ്ങനെയെങ്കിലും തയ്ക്കണം. പിന്നെ ഫ്ലൈറ്റിൽ ഫിലിം കൊണ്ടുപോകാമെന്നുള്ളൊരു റൂള് മുമ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്ത് ഫ്ലൈറ്റിലേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക്, മാംഗ്ലൂർ സൈഡിലേക്ക്, ട്രിവാൻഡ്രം ഭാഗത്തേക്ക് അങ്ങനെ കയറ്റി ഫിലിമുമായിട്ട് എത്തിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി ഇന്ന് കുറവാണെന്നില്ല. എൻ്റെ അമ്മോ, പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങിയിട്ട് സിനിമ റിലീസ് വരെ അവന് കുറക്കുണ്ടാവും. ഇന്നത്തെ കാലത്തും ചില സിനിമകൾക്കൊക്കെ ഉണ്ട്. ഡയറക്ടർക്കും ഉണ്ട് കേട്ടോ, ഡയറക്ടറുണ്ട്, അവർക്കൊക്കെ ഉണ്ടത്. കാരണം ഇതെങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഡേറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം. കയ്യെത്തും ദൂരത്തിന്റെ സാർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതില് ഫഹദ് ഫാസിലിന്റെ മകൻ ഹീറോ ആയി വരുന്നു. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ പോയി തുടങ്ങുന്ന കാലത്താണ് വരുന്നത്. നമ്മളൊരു പുതിയ നായകൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സംഭവിച്ച എല്ലാവർക്കും അറിയാം, അതത്ര സക്സസ് ആയില്ല. പിന്നെ ഫഹദ് ഫാസിൽ എന്നുള്ള ഒരാൾ ഒരുപാട് നാൾ ഇൻഡസ്ട്രിയുടെ ഭാഗമല്ല. തിരിച്ചു വരവിന് ഇപ്പം ചെറുപ്പക്കാരൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാറുണ്ട്. എവിടെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കണം തിരിച്ചു വരേണ്ടത് എന്നൊക്കെ രീതിയിൽ പോലും അതിനെ എടുക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരാളാണല്ലോ ഫാസിൽ സാറ്. മകനെ വെച്ച് സിനിമ എടുക്കുക, എല്ലാ റിസ്ക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മകനെ വെക്കുമ്പോൾ എന്തായാലും കാണുമല്ലോ. എന്നിട്ട് പുള്ളിയുടെ ഒരു കംബാക്ക് ഉണ്ടല്ലോ, അത് കണ്ട ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയാ? അത് ഈ സിനിമ എഴുതുമ്പോൾ സാറിനത് ഫഹദാണെന്നുള്ള ഒരു തീരുമാനമില്ല. പുതിയ പിള്ളേരെ ഇതേപോലെ തന്നെ എല്ലാ സിനിമക്കും ന്യൂ ഫേസ് എന്നും പറഞ്ഞാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പലവരെയും കൊണ്ടൊരു കാണിക്കും, ഇൻ്റർവ്യൂ ചെയ്യും, ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമ തുടങ്ങാനുള്ള സമയമായി, നീണ്ടു പോകുന്നു. ഇതേപോലെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് തുടങ്ങാൻ പറ്റില്ല, പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങാം, അതിനുള്ളിൽ കണ്ടുപിടിച്ച് തന്നിരിക്കണം, അല്ല പിന്നെ അത് നീണ്ടും ക്യാൻസൽ ചെയ്ത് കളയും പടം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആരോ ഇതേപോലെ തന്നെ സദസ്സിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഫാസിലിപ്പോൾ ഈ പിള്ളേരൊക്കെ അന്വേഷിച്ച് നടക്കണമെന്നോ, നിങ്ങളുടെ മോൻ തന്നെ ഇല്ലേ, നിങ്ങളുടെ മോനോട് മോൻ അഭിനയിക്കട്ടെ. അങ്ങനെയാണ് ഇത് സംഭവം. ഫാസിൽ സാറിന് നമ്മൾക്ക് എല്ലാവർക്കും കൂടി അത് ഇപ്പം എല്ലാവരും ആണോ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെ ഫഹദെന്നും പറഞ്ഞു. ആദ്യം ഫഹദ് അത് മടിയൊക്കെ കാണിച്ച്
പറ്റൂല എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞു പുള്ളി ചെറുപ്പത്തിൽ ഏതെങ്കിലും ഇപ്പൊ സൗബിൻ ഖാന്റെ പറഞ്ഞ പോലെ എന്തെങ്കിലും അങ്ങനത്തെ അങ്ങനെ വന്നിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ അല്ല താല്പര്യം സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇല്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കുട്ടിയെ ആയിരുന്നപ്പോ പാട്ടിലൊക്കെ ഇതേപോലെ തന്നെ പാട്ടിലൊക്കെ വന്നങ്ങായിട്ട് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കും. അതിൽ ഫാസാറിന്റെ എല്ലാ പിള്ളേരും ഉണ്ട് അതിനകത്ത്. മോള്, ഇളയ മോള്, ഏറ്റവും ഇളയവൻ, അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ പപ്പയുടെ സ്വന്തം അപ്പൂസ്, കാക്ക പൂച്ച കക്കര, ആ പാട്ടിനകത്തൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്കറിയില്ല ഇവൻ പഠിപ്പായിട്ട് ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ് നടക്കണം. അമേരിക്കയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് കയറി പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു എന്ന് പറയുന്ന അവൻ്റെ ആ ഒരു ഇത് സമയത്തുള്ള ആ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അതങ്ങോട്ട് മാച്ചായില്ല. ഇപ്പോൾ ഒരു കോസ്റ്റ്യൂമും അതൊക്കെ ആയിട്ടുള്ള കാലഘട്ടം തമ്മിലുള്ള ഒരു ചെറിയ ഒരു പ്രേമത്തിൻ്റെ ആ സബ്ജക്റ്റ്, അങ്ങനെ ആ സബ്ജക്റ്റിന് പറ്റിപ്പോയതാണത്. കാലഘട്ടത്തിന് പറ്റിയത് ആയില്ല. കുറച്ച് നാൾക്ക് മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ചാക്കോച്ചനൊക്കെ അനിയത്തിപ്രാവ് ചെയ്ത സമയത്തിന്റെ ഒരു അതൊക്കെ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നത്. കയ്യെത്തും ദൂരത്ത് ആ സമയം കറക്റ്റ് ആയിരുന്നു. 2002 അതൊരു 8 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം വന്നതിനാണ് ആ സിനിമയുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. പിന്നെ അവൻ രണ്ടാമത് അഭിനയിക്കാതിരിക്കുമോ എന്നുള്ള ഒരു കാര്യമൊന്നും ഉണ്ടായില്ല. അത് അമേരിക്കയിലൊന്ന് പഠിക്കാൻ വേണ്ടി പോയി, പിന്നെ അവിടെ നിന്നൊരു തിരിച്ചുവരവുണ്ടായി. എന്നാലും ഈ സിനിമയുടെ എഡിറ്റിങ്ങും ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊജക്ഷൻ ഇടും സിനിമ അവിടെ മദ്രാസിൽ ഇട്ടിട്ട് ഇവൻ്റെ അഭിനയം കാണുമ്പോൾ നമ്മളൊക്കെ പറയും അവൻ പിടിക്കൂട്ട, ഇവനും അഭിനയിക്കും, ഇവൻ ബെസ്റ്റാണ്. അപ്പോൾ പടം റിലീസായിട്ടില്ല, ഡിസ്കഷനിൽ ഇങ്ങനെ പറയും, ഈ പ്രൊജക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് പറയും ഓക്കെയാണ്, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവൻ സ്റ്റാർ ആകും എന്നുള്ള തീരുമാനിച്ചെന്നോ അന്നത് അവിടെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ആ തീരുമാനം അന്ന് എല്ലാവരും തീരുമാനിച്ചു. അവർ പടം പരാജയപ്പെട്ടതുകൊണ്ട് അവൻ സ്റ്റാർ ആകാതെ ഇരുന്നിട്ടില്ല, അവനങ്ങോട്ട് ഉയരങ്ങളിലേക്ക് അങ്ങോട്ട് കയറിയത് അങ്ങോട്ട്. അപ്പോൾ മഞ്ഞുമ്മൽ പോലെ തന്നെ ഒരുപാട് വലിയ സക്സസ് ഉള്ള സിനിമകൾ തേടിയെത്തട്ടെ, ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ.